രാഹുൽ മാങ്കൂട്ടം ചില്ലറക്കാരനല്ല എന്ന് ഇതിനകം മനസ്സിലായി. അതിനൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ നിരന്നങ്ങനെ നിൽക്കുകയാണ്. MLA എന്ന നിലയിൽ സുപരിചിതനായ മാങ്കൂട്ടം എവിടെയെന്ന് കേരളക്കര മുഴുവനും കേരള പോലീസിനോട് ചോദിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ആകെ കിട്ടിയ ഉത്തരം ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച് ഏതോ ഒരു സിനിമാ താരത്തിന്റെ കാറിൽ ചീറിപ്പാഞ്ഞു പോയി എന്നതാണ്. നടിയുടെ കാറാണെന്നും അവിടെയിവിടങ്ങളിലായി ചില മുറുമുറുപ്പുകളും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ എന്തിന്റെ പേരിലാണോ മാങ്കൂട്ടം ഒളിവിൽ പോയിരിക്കുന്നത്, അതേ വിഷയത്തിൽ ഒരിക്കൽ മാങ്കൂട്ടത്തെ 38 ദിവസത്തോളം വീട്ടിലിരുത്തി. എന്നാൽ അന്ന് തുടങ്ങി ഈ ഇടത് സർക്കാരിന്റെ ശനിദശ. കാരണം മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ശബരിമല കൊള്ളയുടെ കേസിൽ നിന്നും തലയെടുക്കാൻ സമയമുണ്ടായിട്ടില്ല. കോടാനുകോടി ഭക്തരെ വഞ്ചിച്ചതിന്റെ ശിക്ഷയായി പാർട്ടി നേതാക്കൾ 2 പേര് ഇന്നകത്താണ്. തീർന്നിട്ടില്ല, കടകംപള്ളിക്ക് കൈവിലങ്ങ് വീഴുമെന്നും ഉറപ്പായി. അപ്പോഴാണ് ദുർഘടഘട്ടത്തിൽ എടുത്തുപയോഗിക്കാനായി മാറ്റിവെച്ചിരുന്ന മാങ്കൂട്ടത്തിലിന്റെ ഇപ്പോഴത്തെ ഫോൺ റെക്കോർഡിംഗ് പുറത്തുവിട്ടതും അതിനിച്ചിരി ആധികാരികത കിട്ടാൻ വേണ്ടി അതിജീവിതയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുപ്പിച്ചതുമൊക്കെ. ഒന്നാം പിണറായി സർക്കാരിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ തന്നെ ജയിലിൽ അടയ്ക്കുക എന്ന് വെച്ചാൽ അത് പിണറായിയെ ജയിലിൽ അടയ്ക്കുന്നതിന് തുല്യമാണ്. ഇരട്ടച്ചങ്കന്റെ കനത്ത പരാജയവുമാണ്. ഒടുക്കം കപ്പിത്താന്റെ കപ്പൽ മുങ്ങുകയാണ്. ഇത് മനസ്സിലാക്കിയ പിണറായിയുടെ തുറുപ്പ് ചീട്ടായിരുന്നു മാങ്കൂട്ടം. എന്നാൽ ഇന്നിപ്പോൾ വീണ്ടും പൊതുമധ്യത്തിൽ നിന്നും മാങ്കൂട്ടത്തെ കാണാതാകുമ്പോൾ മുഖ്യനിത അടുത്ത അടി EDയുടെ വക കിട്ടിയിരിക്കുകയാണ്. ഇന്നലെ വരെ VD സതീശനും ചെന്നിത്തലയും KC വേണുഗോപാലും K സുധാകരനുമടക്കം തിരുവഞ്ചൂരിനെ വരെ നിരനിരയായി മാധ്യമങ്ങൾ വളഞ്ഞിട്ട് പിടിച്ച് മാങ്കൂട്ടം എവിടെ എന്നതായിരുന്നു ചോദ്യം. എന്നാൽ ഇന്ന് കാര്യങ്ങൾ നേരെ തിരിഞ്ഞ് ശിവൻകുട്ടിയും ഗോവിന്ദനുമടക്കം CPMന്റെ തലതൊട്ടപ്പന്മാരൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ബബ്ബബായി അടിക്കുകയാണ്. കാരണം കടകംപള്ളി വരെ മാത്രമേ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഏത് കേസിലായാലും എത്തിയിരുന്നുള്ളൂ. മുഖ്യൻ അപ്പോഴും സേഫായി തന്നെ നിന്നു. പക്ഷെ ഇപ്പോഴിതാ തലവനെ തന്നെ നേരിട്ട് വെട്ടുന്ന ഒന്നായി ED നോട്ടീസ് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. സത്യത്തിൽ BJPക്ക് കേരളത്തിൽ വേരൂന്നാൻ പറ്റിയ സമയമാണിത്. ഒരു വശത്ത് അയ്യപ്പൻ കൊള്ള, മറുവശത്ത് മാങ്കൂട്ടം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കും പോലെ മീൻ പിടിക്കാനാണിപ്പോൾ BJP നോക്കുന്നത്. ആ കൂട്ടത്തിൽ ED കൂടിയായാൽ പിന്നെ കാര്യങ്ങൾ ശുഭം. എന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി തരംഗം മറ്റെല്ലാത്തിനുമപ്പുറത്ത് കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം കോൺഗ്രസിന് എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ MLAക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇപ്പോൾ വന്ന ED നോട്ടീസിനെ കുറിച്ചുമൊക്കെ കുറച്ച് കാര്യമായി തന്നെ പറയാനുണ്ട്. BJP മുഖ്യന്റെ തൊലിപ്പുറം ചെത്തുകയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ആ രംഗങ്ങളൊന്ന് കാണാം. ED നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാർത്തകളിൽ ഒരു അമിതാവേശമോ വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. അതിന് കാരണം ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളത് പറയാൻ കാരണം EDയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളായ CBIയുടെയൊക്കെ മുമ്പിൽ ചുറ്റും ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകൾ പ്രളയം പോലെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം എന്നെ ഒരു കോമൺ മാൻ മനസ്സിലാവാൻ പാകത്തിന് പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേറ്ററുടെ റോളാണ് പലപ്പോഴും EDയും CBI ഒക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവരുടെ RSSന്റെ സംഘപരിവാറിൻ്റെ അജണ്ട 1 by 1 ആയിട്ട് അവർ നടത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ അവരിടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചിരുന്നു എന്ന് പറയുന്നു. അതിനെന്ത് സംഭവിച്ചു, എന്താണ് അതിൻ്റെ ഔട്ട്കം, എങ്ങനെയാണത് പരിണമിച്ചത്, എങ്ങനെയാണത് ക്ലോസ് ചെയ്തില്ലയോ, എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല, അവർ പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ, ഞങ്ങളാരും ഉന്നയിച്ചാലേ, ഞങ്ങൾ പറഞ്ഞതല്ല, കേന്ദ്ര ഏജൻസികൾ തന്നെ അതിഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും EDക്കോ CBIക്കോ ഒന്നും അതിൽ ചലിക്കണമെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന നയം എന്ന് പറയുന്നത് പലപ്പോഴും ഈ തൊലിപ്പുറത്ത് ചെത്തുകയും കാതലെ തൊടാതെ മുഖ്യമന്ത്രിയും LDF സർക്കാരിനെയും സേവ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്ന ഇതാണ്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ഫെമ വയലേഷൻ പറയുന്നതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യം, മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത സാഹചര്യം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. കാരണം താരതമ്യേന വളരെ ഉയർന്ന പലിശ നിരക്കിൽ 9.7% പലിശയ്ക്കാണ് കിഫ്ബി മസാല ബോണ്ടിൽ പണമെടുത്തത്. 9.7%, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ അതിലും താഴെ പലിശ നിരക്കിൽ പണം അവൈലബിൾ ആണ്, അല്ലെങ്കിൽ കടം ലഭിക്കുമെന്നിരിക്കെ ഈ മസാല ബോണ്ട് വിദേശത്ത് ലിസ്റ്റ് ചെയ്യുകയും ആദ്യഘട്ടത്തിൽ മസാല ബോണ്ടിൽ ആരും ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ അതിലെ ഒരുപാട് കാര്യങ്ങൾ ലഘൂകരിക്കുകയും സർക്കാരിൻ്റെ ഉറപ്പ്, സർക്കാരിൻ്റെ ഗ്യാരണ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ 2150 കോടി രൂപ മസാല ബോണ്ട് വഴി ഗവൺമെൻറ് എടുത്താൽ. ഞാൻ അതിന് ശേഷം ഒരു MLA എന്ന നിലയിൽ സർക്കാരിന് കത്തെഴുതി, ഒരു പൗരൻ എന്ന നിലയിൽ ഒരു RTI ആപ്ലിക്കേഷൻ കൊടുത്തു. ആരാണ് മസാല ബോണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത്, അതല്ലെങ്കിൽ ആരാണ് കേരളത്തിന് മസാല ബോണ്ട് വഴി പണം തന്നത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് കേരളം പണം വാങ്ങിയത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ ഉയർന്ന 9.7% പലിശ ഈ കേരളം നൽകിയത് എന്ന് ചോദിച്ച് കത്തെഴുതിയപ്പോൾ
ഈ വക കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന് മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അടക്കം വന്ന പശ്ചാത്തലത്തിൽ ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിൽ ആദ്യം കേരളത്തിലെ ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. ആരാണ്, ഏത് കമ്പനിയാണ് മസാല ബോണ്ട് വഴി കേരളത്തിന് പണം തന്നത്? ആർക്കാണ് കേരളം ഇത്ര ഉയർന്ന പലിശ, അതായത് 9.7% പലിശ കേരളം നൽകിയത് ഏത് കമ്പനിക്കാണ് എന്ന് കുറഞ്ഞ പക്ഷം പറയാൻ സർക്കാർ തയ്യാറാകണം. മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അടക്കം ലഭിച്ച സാഹചര്യത്തിൽ അതറിയാനുള്ള അവകാശം എല്ലാ കേരളത്തിലെ പൗരന്മാർക്കുമുണ്ട്. അത് സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ CPM ആദ്യം വ്യക്തമാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒന്നുമില്ല, ഒളിക്കാനും മറക്കാനും ഇല്ല, കൈകൾ ശുദ്ധമാണെന്ന് എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി ഈ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ, ഫാക്ട്സ്, അതിൻ്റെ വസ്തുതകൾ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന സമീപനം ശരിയല്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇതവർ പറയട്ടെ. ഇതവർ പറയുമ്പോൾ ഈ മസാല ബോണ്ടിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പിന്നാലെ നമുക്ക് പരിശോധിക്കാം. അതല്ലാതെ ED അന്വേഷണത്തിൽ വലിയ അമിതാവേശമോ വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയാം.